ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഏഴാം ക്ലാസ്സിലെ റേഷ്യോ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആദ്യത്തെ എക്സസൈസിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ബ്ലൂ ആൻഡ് യെല്ലോ പെയിൻറ്റ്സ് ആർ മിക്സഡ് ഇൻ ദ റേഷ്യോ 2:5 ടു മേക്ക് എ ന്യൂ കളർ. 6 liters more of yellow than blue is taken. How many liters of each is mixed? അപ്പോൾ എന്താണ് ഈ ക്വസ്റ്റ്യന്? ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് അല്ലേ, ബ്ലൂ എന്ന കളർ, നീല കളറും മഞ്ഞ കളറും ചേർത്തിട്ട് പുതിയ ഒരു കളർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കളറിൽ ബ്ലൂ എന്നതിൻ്റെയും യെല്ലോ എന്നതിൻ്റെയും റേഷ്യോ എന്താണെന്നാണ് പറയുന്നത്? 2:5 അല്ലേ. എന്നിട്ട് നമ്മളോട് ഒരു കണ്ടീഷനും കൂടെ തന്നിട്ടുണ്ട്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യനിൽ എപ്പോഴും ഒരു കണ്ടീഷൻ തരും അല്ലേ. ആ കണ്ടീഷൻ എന്താണ്? 6 liters more of yellow than blue is taken. എന്താ പറയുന്നത്? യെല്ലോ എന്ന് പറയുന്നത് ബ്ലൂ എന്ന് പറയുന്ന നിറത്തിനേക്കാളും 6 ലിറ്റർ കൂടുതലാണ് എന്നും കൂടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ നമ്മൾ ചോദിക്കുന്നത്? ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് ഈച്ച് ഈസ് മിക്സഡ്. എത്ര ലിറ്ററാണ് ഓരോന്നും മിക്സ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്ക്, ആദ്യം തന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്തൊക്കെ എഴുതാൻ പറ്റും? ലെറ്റ് ദ മെഷർ ഓഫ് ബ്ലൂ പെയിൻറ്റ് ഈക്വൽ ടു എത്രയാണെന്ന് എഴുതാം? 2x. മനസ്സിലായത്? അതായത് ആ 2x എന്ന് കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലാത്തവരുണ്ടോ? ഇനി അതെങ്ങനെയാണ്? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2:5 എന്ന റേഷ്യോ അല്ലേ. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് ബ്ലൂ ആണ്, പിന്നീടാണ് യെല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ കളറ് എത്രയായിരിക്കും? അപ്പോൾ 2x അല്ലേ. അപ്പോൾ അതായത് പൊതുവായിട്ട് കോമൺ ആയിട്ടൊരു അളവ് അവിടെ ഉണ്ടാവും, അതാണ് ആ എക്സ്. ആ എക്സിൻ്റെ 2 മടങ്ങാണ് ബ്ലൂ വരിക. ആ ഒരു എക്സിൻ്റെ 5 മടങ്ങാണ് എന്ത് വരിക? യെല്ലോ വരിക. അപ്പോൾ നമുക്കതൊന്ന് എന്ത് എഴുതാൻ പറ്റി? ലെറ്റ് ദ മെഷർ ഓഫ് ബ്ലൂ പെയിൻറ്റ് ഈക്വൽ ടു 2x ആൻഡ് ദ മെഷർ ഓഫ് യെല്ലോ പെയിൻറ്റ് ഈക്വൽ ടു 5x എന്ന് എഴുതാൻ പറ്റി. ഇനി നമുക്ക് തന്നിട്ടുള്ളൊരു കണ്ടീഷൻ ഉണ്ട് ക്വസ്റ്റ്യനിൽ, ഗിവൺ കണ്ടീഷൻ ഉണ്ട് അല്ലേ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കണ്ടീഷൻ നമുക്ക് എന്ത് എഴുതാൻ പറ്റി? 5x ഈക്വൽ ടു 2x + 6 എന്ന് എഴുതാൻ പറ്റി. അതെങ്ങനെ എഴുതി നമ്മൾ? നമുക്കിവിടെ തന്നിട്ടുണ്ട്. എന്താ തന്നിട്ടുള്ളത്? മഞ്ഞ നിറം നീല നിറത്തേക്കാൾ 6 കൂടുതലാണ് ചേർത്തിട്ടുള്ളതെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഇങ്ങനെ എഴുതിയത്. അപ്പോൾ മഞ്ഞ നിറം എത്രയാണ്? 5x ആണ്. അപ്പോൾ 5x അല്ലെങ്കിൽ മഞ്ഞ നിറം 5x ആണ്. 5x ഈക്വൽ ടു, ഇനിയോ നീല നിറത്തിനേക്കാൾ 6 കൂടുതലാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? നീല നിറം എന്ന് പറയുന്നത് 2x ആണ്. ആ 2x + 6. അപ്പോൾ എഴുതിയത് മനസ്സിലായി. അപ്പോൾ തന്നിട്ടുള്ള ആ ഒരു കണ്ടീഷൻ നമുക്ക് ഇക്വേഷൻ മേക്ക് ചെയ്യാൻ പറ്റണം അല്ലേ. അപ്പോൾ അതെങ്ങനെ നമ്മൾ ചെയ്യുക? 5x മഞ്ഞ കളറിൻ്റെ അളവ് 5x ഈക്വൽ ടു എന്താണെന്നാണ് പറയുന്നത്? നീല കളറിനേക്കാൾ 6 കൂടുതൽ. അപ്പോൾ 2x + 6. മനസ്സിലായല്ലോ? നീല കളറ് 2x ആണെങ്കിൽ അതിനോട് 6 കൂട്ടിയത്. അപ്പോൾ 2x + 6. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ എക്സ് എന്ന് പറയുന്ന അളവ് കിട്ടിയാൽ മതി അല്ലേ. ഇനി ആ എക്സ് എന്ന് പറയുന്ന ആ ഒരു അളവ് എത്രയാണോ ആ അളവിനെ 5 കൊണ്ട് ഗുണിക്കുകയും 2 കൊണ്ട് ഗുണിക്കുകയും ചെയ്താൽ നമുക്ക് നീല കളറിൻ്റെയും മഞ്ഞ കളറിൻ്റെയും അളവ് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ അതെങ്ങനെ നമ്മൾ ചെയ്യുക? 5x - 2x = 6 എന്ന് എഴുതി. അതങ്ങനെ കിട്ടി. ഇവിടെയുള്ള 2xനെ ഞാൻ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ 5x - 2x ആയി സമം ഈക്വൽ ടു 6 എന്ന് കിട്ടി. അപ്പോൾ ഇനി 5x 5x - 2x എന്ന് പറയുന്നത് എത്രയാണ്? 3x. 3x = 6. പിന്നെ x ഈക്വൽ ടു ഇപ്പോൾ എന്തായിട്ട് വരും? ഇവിടെയുള്ള 3 എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു? റൈറ്റ് സൈഡിലേക്ക് എടുത്തു. അപ്പോൾ അതെന്തായി? ÷ 3. അപ്പോൾ 6/3 = 2 അല്ലേ. അത് എത്രയാണെന്ന് കിട്ടി? അത് 2 ആണെന്ന് കിട്ടി അല്ലേ. ഇനി ഇപ്പം നമുക്ക് x = 2 എന്ന് കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി എന്ത് ചെയ്താൽ മതി? ഇനി നമുക്ക് എളുപ്പം അതിൻ്റെ ആൻസർ എഴുതാൻ പറ്റും. അതെങ്ങനെ എഴുതുക? ക്വാണ്ടിറ്റി ഓഫ് ബ്ലൂ പെയിൻറ്റ് ഈക്വൽ ടു എന്ത് ചെയ്താൽ? ക്വാണ്ടിറ്റി ഓഫ് ബ്ലൂ പെയിൻറ്റ് എന്നത് ഈ 2xൽ എന്ത് ചെയ്താൽ മതി? എക്സിൻ്റെ സ്ഥാനത്ത് 2 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ 2 × 2 = എത്രയാണ്? 4 ലിറ്റർ. ഇനി അതുപോലെയോ ക്വാണ്ടിറ്റി ഓഫ് യെല്ലോ പെയിൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? എന്താണത്? 5 × 2 = 10 ലിറ്റർ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. There are 4 right triangles, the ratio of perpendicular sides being 3:4 in each. One more fact about each is given below. Find the length of the sides of each triangle. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ട് നമ്മളോട് എന്ത് പറയുന്നുണ്ട്? ഇവിടെ അതുമായി ബന്ധപ്പെട്ടിട്ട് 4 കണ്ടീഷൻസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്.
കണ്ടോ, അതിലെ ഒന്നാമത്തെ കണ്ടീഷനാണ് ദ ഡിഫറൻസ് ഇൻ ദ ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡ്സ് ഈസ് 24 മീറ്റേഴ്സ്. ദെൻ സെക്കൻഡ് വൺ ദ ഹൈപ്പർന്യൂസ് ഈസ് 24 മീറ്റേഴ്സ്. തേർഡ് ദ പെരിമീറ്റർ ഈസ് 24 മീറ്റർ. ആൻഡ് ഫോർത്ത് ദ ഏരിയ ഈസ് 24 സ്ക്വയർ മീറ്റേഴ്സ്. ഇനി നമുക്കിതിൻ്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനെന്താണ് ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നതെന്ന് മനസ്സിലായോ? എന്താണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്? അതായത് ഇവിടെ 4 റൈറ്റ് ട്രയാങ്കിൾസ് ഉണ്ട് അല്ലേ. റൈറ്റ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിട്ടുള്ള, അതിൽ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിട്ടുള്ള ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. അതിലുള്ള പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സൈഡ്സിൻ്റെ റേഷ്യോ 3:4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഒരു 4 കണ്ടീഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ആ 4 കണ്ടീഷൻസും വെച്ചുകൊണ്ട് നമ്മൾ ആ ത്രികോണത്തിൻ്റെ 3 വശങ്ങളും കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്നാൽ നമുക്കതിൻ്റെ ഓരോ ആൻസറും ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുക. അപ്പോൾ അതിൻ്റെ ആൻസർ കാണാൻ ഫസ്റ്റത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇതാണ്. അതായത് ദ ഡിഫറൻസ് ഇൻ ദ ലെങ്ത് ഓഫ് ദ ഡിഫറൻസ് ഇൻ ദ ലെങ്ത്സ് ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡ്സ് ഈസ് 24 മീറ്റേഴ്സ് അല്ലേ. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? അതായത് ലംബവശങ്ങളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്? 24 മീറ്റേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ റഫായിട്ട് നമ്മളൊരു മട്ടത്രികോണ വരച്ചിട്ടുണ്ട്. അപ്പോൾ മട്ടത്രികോണാണെങ്കിൽ എന്താ പ്രത്യേകത? ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ 2 സൈഡ് എടുത്തു. ഈ ഭാഗം 3x സൈഡ് എടുത്തത് 3:4 എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സൈഡ് 3xും അടുത്ത സൈഡ് 4x ആയിട്ടും എടുത്തു അല്ലേ. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമ്മളോട് പറഞ്ഞ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ആ ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സും കണ്ടുപിടിക്കണം അല്ലേ. അതുപോലെ പിന്നെ വേറെ 3 കണ്ടീഷൻസും കൂടെ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഇവിടെ നോക്കുക. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഈ ഒരു 2 സൈഡ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഹൈപ്പർന്യൂസ് നമുക്ക് കണ്ടെത്താം അല്ലേ. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ സൈഡ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഹൈപ്പർന്യൂസ് കണ്ടെത്താൻ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക. അതെങ്ങനെ കണ്ടുപിടിക്കുക? ഹൈപ്പർന്യൂസ് ഈക്വൽ ടു എന്താ വരിക? സ്ക്വയർ റൂട്ട് ഓഫ് എന്താ വരിക? 3xൻ്റെ സ്ക്വയർ, അതായത് ഈ ഒരു സൈഡിൻ്റെ സ്ക്വയർ പ്ലസ് എന്താണ് അടുത്ത ഈ ഒരു സൈഡിൻ്റെ സ്ക്വയർ. അപ്പോൾ എന്തായി? 4xൻ്റെ സ്ക്വയർ. മനസ്സിലായല്ലോ. സ്ക്വയർ റൂട്ട് ഓഫ് 3xൻ്റെ ഹോൾ സ്ക്വയർ ഇടണം, മറന്നു പോകരുത്. 3x എന്ന് പറയുന്നതാണ് ഈ ഒരു സൈഡിൻ്റെ ലെങ്ത്ത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3ക്കും xനും സ്ക്വയർ ബാധകമാണ്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു ബ്രാക്കറ്റ് ഇട്ടിട്ട് സ്ക്വയർ ഇടും. അതിൻ്റെ അർത്ഥം 3ക്കും വേണം സ്ക്വയർ, xനും വേണം സ്ക്വയർ എന്നതാണ് മീനിങ്. പ്ലസ് 4xൻ്റെ സ്ക്വയർ. മനസ്സിലായല്ലോ. ഇനി അടുത്ത എന്തായി? ഈക്വൽ ടു. എങ്ങനെയാണ് വരുന്നത്? ഈ 3യുടെ സ്ക്വയർ എടുത്താൽ എന്തായി? 9 ആയി. 3 × 3 9. പിന്നെ എക്സിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ, അപ്പോൾ 9x സ്ക്വയർ പ്ലസ് അടുത്ത സ്റ്റെപ്പിൽ എന്തായി? 16x സ്ക്വയർ. എങ്ങനെ വന്നു അറിയാലോ. 4ൻ്റെ സ്ക്വയർ 16, എക്സിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ. പിന്നെന്തായി? സ്ക്വയർ റൂട്ട് ഓഫ് 9x സ്ക്വയർ പ്ലസ് 16x സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 25x സ്ക്വയർ അല്ലേ. രണ്ടും എക്സ് സ്ക്വയർ ആയതുകൊണ്ട് നമ്പേഴ്സ് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്തിട്ട് എഴുതിയാൽ മതിയല്ലോ. അപ്പോൾ 25x സ്ക്വയർ. ഇനി 25ൻ്റെ റൂട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് എത്രയാണ്? 5 അല്ലേ. 5 × 5 ആണ് 25. അപ്പോൾ 25ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 5. ഇനി എക്സ് സ്ക്വയറിൻ്റെ റൂട്ട് എന്താണ്? എക്സ് ആണ്. അപ്പോൾ എന്തായി? റൂട്ട് ഓഫ് 25x സ്ക്വയർ എന്ന് പറയുന്നത് എന്തായി? 5x ആയി. അതായത് ഹൈപ്പർന്യൂസ് എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി നമുക്ക്? ഈ ഹൈപ്പർന്യൂസ് എന്ന് പറയുന്നത് 5x ആണെന്ന് നമുക്ക് കിട്ടി. ഹൈപ്പർന്യൂസ് എന്ന് പറയുന്നത് 5x എന്ന് കിട്ടി. ഇനി ഇവിടെ നോക്ക്. ഇനി എന്താ നമ്മളോട് പറഞ്ഞു? നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ പിന്നെ ഹൈപ്പർന്യൂസ് എന്താണെന്ന് കണ്ടെത്തി. അത് 5x ആണെന്ന് കിട്ടി. ഇനി നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷന് നമുക്ക് ഈ എക്സ് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ നോക്ക്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പെർപെൻഡിക്കുലർ സൈഡ്സ് ബി. അത് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതെന്താ തന്നത്? 4x - 3x = 24. അതായത് ഈ ഒരു 2 പെർപെൻഡിക്കുലർ സൈഡ്സിൻ്റെ ഡിഫറൻസ് 24 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഈ എക്സ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? 4x - 3x = 24 എന്ന് എഴുതാം. അതിൽ നിന്നും എക്സ് കണ്ടുപിടിക്കാം. അതായത് 4xൽ നിന്നും 3x മൈനസ് ചെയ്താൽ എന്താ ഉണ്ടാവുക? ഒരു x ഉണ്ടാവുക അല്ലേ. അപ്പോൾ x = 24 എന്ന് കിട്ടി. അപ്പോൾ x 24 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇനി 3 സൈഡ്സും നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അതെങ്ങനെ കണ്ടുപിടിക്കുക? സൈഡ്സ് ആർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? 3x = ഒരു സൈഡ് 3x ആണ്, മറ്റൊരു സൈഡ് 4x ആണ്, അടുത്തത് 5x ആണ്. ഇനി എന്ത് ചെയ്താൽ മതി? ഇതിലൊക്കെ എക്സിൻ്റെ സ്ഥാനത്ത് ഏത് വില കൊടുത്താൽ മതി? എക്സിന് ഏത് വാല്യൂ കൊടുത്താൽ മതി? 24 എന്ന് പറയുന്ന വാല്യൂ കൊടുത്താൽ മതി. അപ്പോൾ എന്ത് കിട്ടി? എക്സിന് 24 എന്ന് പറയുന്ന വാല്യൂ കൊടുത്താൽ മതി. അപ്പോൾ 3 × 24 72 മീറ്റർ എന്ന് കിട്ടി. അതുപോലെ 4x എന്ന് പറയുന്ന സൈഡ് 96 മീറ്റർ എന്ന് കിട്ടും. 5x എന്ന് എന്ത് കിട്ടി? 5 × 24 എന്തായിട്ട് കിട്ടി? 120 മീറ്റർ എന്ന് കിട്ടി.
ഇത് കുറച്ച് സ്പീഡിൽ പറയുകയാണ് ഞാൻ, കാരണം ഇത് 3 എണ്ണം കൂടെ ഇനിയും ചെയ്യാനില്ലേ. അപ്പോൾ ഇവിടെ നോക്കുക. അടുത്ത സെക്കൻഡ് കണ്ടീഷൻ. അപ്പോൾ ആദ്യത്തിൻ്റെ ആൻസർ കിട്ടി. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? ദ ഹൈപ്പർന്യൂസ് ഈസ് 24 meters. ദാറ്റ് ഈസ് സെക്കൻഡ് കണ്ടീഷൻ. ദ ഹൈപ്പർന്യൂസ് ഈസ് 24 meters. ദാറ്റ് ഈസ്, അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. ഹൈപ്പർന്യൂസ് 24 meter എന്ന് പറഞ്ഞാൽ 5x എന്നതാണ് നമ്മുടെ ഹൈപ്പർന്യൂസ്. നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. സെയിം റേഷ്യോ ആണല്ലോ ഇത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയും ഹൈപ്പർന്യൂസ് എന്ത് തന്നെയാണ് വരിക? 5x ആണ്. അപ്പോൾ 5x ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 24 എന്ന് എഴുതാം. ദാറ്റ് ഈസ് x ഈക്വൽ ടു എന്തായി? 24/5. ഇനി ഇപ്പോൾ x ഈക്വൽ ടു 24/5 എന്ന് പറയുമ്പോൾ എന്താ ഉണ്ടാവും? അത് 4.8 എന്ന് വരും. ഹരണമൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലേ? ഹരണമൊക്കെ എല്ലാവർക്കും അറിയാലോ. അതെങ്ങനെ ചെയ്യുക? അതായത് 24നെ ഹരിക്കണം 5 എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവുക? 24ൽ എത്ര 5 നോക്കുക. എത്ര ഉണ്ടാവുക? 4 5 ആണെന്ത്? 20. അപ്പോൾ 20 ആയില്ലേ. ഇനി ബാക്കി എത്ര വരും? 4 വരും. ഇവിടെ എന്ത് ചെയ്യണം? ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കണം. ഇത് 4 ആണ്. പോയിൻ്റ് എത്ര വരിക? പോയിൻ്റ് ഇട്ട് കഴിഞ്ഞിട്ട്, അപ്പോൾ പോയിൻ്റ് ഇട്ടുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും? പോയിൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു 0 കൊടുക്കാം. അപ്പോൾ എന്തായി? 40 എന്നായില്ലേ. അപ്പോൾ 24നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് വെറുതെ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ 40യിൽ എത്ര 5 ഉണ്ടാവുക? 8. ഒരു 0 ഇട്ട് കൊടുക്കുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയില്ല. ഇനി ആരെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ കരുതിയിട്ടാണ്. സോ 8 × 5 എത്രയാണ് വരിക? 40. 8 × 5 40. അങ്ങനെയാണ് കിട്ടിയത് 4.8 എന്ന് കിട്ടുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് കിട്ടി? 4.8 എന്ന് കിട്ടി. ഇനി ഈസി ആണല്ലോ. ഇനി എക്സിൻ്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ സൈഡ്സ് കിട്ടും. കണ്ടോ? ഇനി നമുക്ക് ഈസി ആയിട്ട് കാണാം. സൈഡ്സ് ആർ എന്താ? സൈഡ്സ് 3x 4x 5x എന്നതിൽ എന്ത് കൊടുക്കുക? 4.8 കൊടുക്കുക. അപ്പോൾ എത്രയായി? 3 × 4.8 14.4 meter. അതുപോലെ 4 × 4.8 19.2 meter. 5 × 4.8 എന്ത് കിട്ടി? 24 meter എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നോക്ക്, ഈ 5x എന്ന് പറയുന്നത് നമ്മൾ ഇതിലേക്ക് 4.8 കൊടുത്തപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് 24 മീറ്റർ എന്ന് കിട്ടിയത് കണ്ടോ? അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നുള്ള കണ്ടീഷൻ അതായിരുന്നു അല്ലേ? ഹൈപ്പർന്യൂസ് എന്നത് 24 എന്നാണ് തന്നതില്ലേ. അപ്പോൾ ഇതിനകത്ത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ലാതെ നമുക്കവിടെ എടുത്ത് എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് നമ്മൾ ആ തന്ന കണ്ടീഷൻ തന്നെ കിട്ടിയിട്ടില്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ റെഡിയാണെന്നും അത് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. ഇനി അടുത്ത് തേർഡ് കണ്ടീഷന് ദ പെരിമീറ്റർ ഈസ് 24 meters. ഇനി എന്താണ്? പെരിമീറ്റർ 24 meters ആണ്. ദാറ്റ് ഈസ്, ഇതെന്താ ചെയ്തിട്ടത്? ഐ എന്നിട്ട് ദാറ്റ് ഈസ്. അതൊക്കെ എല്ലാവർക്കും അറിയില്ലോ അല്ലേ ദാറ്റ് ഈസ്. അപ്പോൾ എന്താ പറയാൻ പറ്റുക? 3x + 4x + 5x. അതായത് ആ 3 സൈഡ്സും കൂട്ടിയാൽ കിട്ടുന്നത് 24 എന്നാണ് തന്നത്. അപ്പോൾ ഇതൊക്കെ കൂടെ കൂട്ടിയാൽ എത്ര കിട്ടുക? 3 + 4 7 7 + 5 12. അപ്പോൾ 12x = 24 എന്ന് കിട്ടി. അപ്പോൾ x = 24/12 എന്ന് വരും. അപ്പോൾ അത് എത്ര ഉണ്ടാവുക? 2. അപ്പോൾ എക്സ് എന്നത് 2 ആണെന്ന് കിട്ടി. നമുക്ക് ഈസി ആയിട്ട് സൈഡ്സ് കണ്ടുപിടിക്കാമല്ലോ. എത്ര ഉണ്ടാവുക സൈഡ്സ്? ദ സൈഡ്സ് ആർ എന്താ സൈഡ്സ് വരിക? ദ സൈഡ്സ് ആർ 3x = 4x 5x. ഇതിൽ കൊടുക്കുക. 3x എന്നതിൽ കൊടുക്കുമ്പോൾ 3 × 2 എത്ര കിട്ടി? 6 meter. 4xൽ കൊടുക്കുമ്പോൾ 4 × 2 8 meter. 5xൽ കൊടുക്കുമ്പോൾ 5 × 2 10 meter എന്ന് കിട്ടി. ഇനി നാലാമത്തെ കണ്ടീഷൻ വെച്ചിട്ടുള്ളത് ചെയ്യാം. അപ്പോൾ നാലാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? ദ ഏരിയ ഈസ് 24 square meters. ഏരിയ എന്താണെന്നാണ് പറയുന്നത്? 24 square meters എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെതാവട്ടെ ഏത് ട്രയാങ്കിളിൻ്റെതാവട്ടെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നതാണ്. ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നതാണ്. അപ്പോൾ അത് വേണ്ടവർ അവിടത്തിൽ എഴുതി വെക്കുക കേട്ടോ. ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ദാറ്റ് ഈസ് ഈ പറഞ്ഞ കണ്ടീഷനിൽ എന്താ പറയുന്നത്? ദ ഏരിയ ഈസ് 24 square meters എന്നാണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് നമുക്ക് എന്ത് പറയാൻ പറ്റി? ഹാഫ് ഇൻറ്റു അതിലെ ബേസോ ഹൈറ്റോ ഏതായാലും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം ഏത് ചെയ്താലും പ്രശ്നമില്ല, മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അല്ലേ. അപ്പോൾ ഹാഫ് ഇൻറ്റു 4x × 3x. ഇനി അതല്ല വേറെ ഒരാൾക്ക് 3x × 4x എന്നും എഴുതാം. എങ്ങനെയാലും ആൻസർ സെയിം ആവില്ല അല്ലേ. ദാറ്റ് ഈസ് = 24 എന്ന് കിട്ടി. ഇനി ഇവിടെ നോക്ക്, ഈ 4x × 3x എന്ന് പറയുന്നത് ഇൻറ്റു ചെയ്യുമ്പോൾ എത്രയായിട്ട് മാറും? 4 × 3 12. x × x x². അപ്പോൾ അത് എത്രയായി?
ഹാഫ് ഇവിടെയുള്ള ഹാഫ് അതുപോലെ താഴേക്ക് ഇട്ടു, ഹാഫ് ഇൻറ്റു ആ ബ്രാക്കറ്റ് കൊടുത്തു. ബ്രാക്കറ്റ് കൊടുക്കണം, കാരണം ഹാഫ് ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് ബേസ് ഇൻറ്റു ഹൈറ്റാണ്. അപ്പോൾ നമ്മളൊരു ബ്രാക്കറ്റ് ഇട്ടിട്ടാണത് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ 4x ഇൻറ്റു 3x ചെയ്യണം. അപ്പോൾ 4 ഇൻറ്റു 3 എന്ന് പറയുന്നത് എത്രയാണ്? 12. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, ഹാഫ് ഇൻറ്റു ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ട് 12x² എന്ന് എഴുതി. ദാറ്റ് ഇസ് ഈക്വൽ എത്രയാണ്? 24. ഇനി നോക്ക്, ഇനി ഇവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 12x² ഈ 2നെയും 12നെയും കൂടെ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ അത് എത്രയായിട്ട് മാറും? 6 ആയിട്ട് മാറും അല്ലേ? 12ഉം 2ഉം കൂടെ നമ്മൾ, അതായത് 12നെ 2നോട് ഡിവൈഡ് ചെയ്ത് എത്ര ഉണ്ടാവുക? 6 ആണ് അല്ലേ? 6 ഇൻറ്റു 2 അല്ലേ 12. അപ്പോൾ 6. അപ്പോൾ 6x² എന്ന് കിട്ടി. 6x² = 24 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ x² എന്താണെന്ന് കിട്ടും? x² നമുക്ക് എന്താണെന്ന് കിട്ടി? 24/6 എന്ന് കിട്ടി. 6x² 24. അപ്പോൾ x² എന്നത് എന്തായി? 24/6. 24/6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ് അല്ലേ? 4 ഇൻറ്റു 6 ആണ് 24. അതുകൊണ്ട് x² എന്താണെന്ന് കിട്ടി? 4 ആണെന്ന് കിട്ടി. അങ്ങനെ പറഞ്ഞാൽ x എന്നത് എന്താണെന്ന് കിട്ടി? x എന്ന് പറയുന്നത് √4 ആണെന്ന് കിട്ടി അല്ലേ? അതായത് എക്സിൻ്റെ സ്ക്വയർ 4 ആണെങ്കിൽ x എന്ന് പറയുന്നത് സ്ക്വയറിനെ റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ അത് റൂട്ടായി. അപ്പോൾ √4 ആയി. √4 എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. അപ്പോൾ എക്സിൻ്റെ വില 2 ആണെന്ന് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? ഈ 2 3x 4x 5x എന്ന് പറയുന്ന അതിൽ എക്സിൻ്റെ വാല്യൂ 2 ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സൈഡ്സ് കിട്ടും അല്ലേ? ഇനി നമുക്ക് സൈഡ്സ് വേഗം കണ്ടുപിടിക്കാം. സൈഡ്സ് ആർ, എന്നിട്ട് 3x എന്ന് പറയുന്നതിൽ എക്സിൻ്റെ വില 2 കൊടുത്തപ്പോൾ 3 × 2 6 മീറ്റർ, 4x 4 × 2 8 മീറ്റർ, 5x 5 × 2 10 മീറ്റർ. അപ്പോൾ നമ്മൾ ഈ 4 കണ്ടീഷനും വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ 4 കണ്ടീഷനും വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ ഇപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു.